ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മിസ് ആശ രമ സുരേന്ദ്രനാണ്. ആശ ക്യാബ് സീറ്റിന് എലിജിബിൾ ആയിട്ട് ന്യൂസിലൻഡിൽ പോകാനൊക്കെ തയ്യാറെടുത്തിരിക്കുകയാണ്. ആശയുടെ വിസ അപ്രൂവ് ആയിട്ടുണ്ട്. സോ ആശയുടെ വിശേഷങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാം. ഹായ് ആശ, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്, വിസ ഒക്കെ അപ്രൂവ് ആയല്ലോ. ഹാപ്പി ആണല്ലോ അല്ലേ? ഫാമിലിയുടെ റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫാമിലി ഭയങ്കര സന്തോഷമാണ്. കാര്യം എത്ര നാൾ വെയിറ്റ് ചെയ്തിരുന്നിട്ട് കിട്ടിയൊരു വലിയ ഹാപ്പിനെസ് ആണ്. കുറെ വെയിറ്റ് ചെയ്ത് കുറച്ച് കഷ്ടപ്പാട് ഒക്കെ ചെയ്തിട്ട് കിട്ടിയ ഒരു ഹാപ്പിനെസ് ആയിട്ട് അവള് ഭയങ്കര സപ്പോർട്ടും എല്ലാം ഉണ്ട്. ഹാപ്പി ആണല്ലോ അല്ലേ? വളരെ സന്തോഷമുള്ള കാര്യം. ഇപ്പോൾ ആശ ന്യൂസിലൻഡ് മൈഗ്രേഷനെ പറ്റിയൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ഒരുപാട് കൺസൾട്ടൻസിനെ പറ്റിയൊക്കെ ഒരുപാട് റിസർച്ച് ഒക്കെ നടത്തി കാണാമല്ലോ. എങ്ങനെയാണ് ഡെറിക് ജോൺസിലോട്ടൊരു കൺക്ലൂഷനിലോട്ട് എത്തിയത്? ശരിക്കും ഞാൻ OET പഠിച്ച സ്ഥാപനത്തിൽ എനിക്കൊരു ട്യൂട്ടർ ഉണ്ടായിരുന്നു. പേഴ്സണലി നല്ല കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്യുന്ന ഒരാള്. അപ്പൊ മാഡം എനിക്ക് സജസ്റ്റ് ചെയ്തതാണ് ഡെറിക് ജോൺസ്. 2-3 ഏജൻസി സജസ്റ്റ് ചെയ്തെങ്കിലും മാഡം പറഞ്ഞ് കുറച്ച് പോപ്പുലർ ആയിട്ടുണ്ട്, കുറച്ച് നല്ല റേറ്റിംഗ് ഒക്കെ ഗൂഗിളിൽ നല്ല റിവ്യൂ ഒക്കെ ഉള്ളതാണ്, അപ്പം ഒന്ന് നോക്ക് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ജസ്റ്റ് എനിക്ക് കിട്ടിയത് അമിത മാഡത്തിന്റെ അമിതയുടെ നമ്പർ ആയിരുന്നു. എനിക്ക് പെട്ടെന്ന് തന്നെ ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോൾ തന്നെ അപ്പൊ തന്നെ എനിക്ക് തിരിച്ച് റെസ്പോണ്ട് ചെയ്തു. അതാണ് ഫസ്റ്റ് എനിക്ക് വലിയ ഗുഡ് ഇംപ്രഷൻ ആയിട്ട് തോന്നിയ കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇതിട്ട് പ്രൊസീഡ് ചെയ്യാനും കാര്യം. വേറെ ഞാൻ അധികം നിന്നില്ല, വേറൊന്നും വേറെ ഏജൻസിയൊന്നും വലുതായിട്ട് നോക്കിയില്ല. അങ്ങനെയാണ് ഇങ്ങോട്ട് പ്രൊസീഡ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഡെറിക് ജോൺസ് രജിസ്റ്റർ ചെയ്ത സമയം മുതൽ ഇപ്പോൾ ഇത് പ്രോസസ് ചെയ്ത് കംപ്ലീറ്റ് ആയ സമയത്ത് ഒരുപാട് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സിൽ കൂടെ ആശയുടെ പ്രൊഫൈൽ പോയിട്ടുണ്ടായിരുന്നു, ഒരുപാട് സ്റ്റാഫ് മെമ്പേഴ്സ് ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളുമായിട്ടുള്ള? ഞാൻ പറഞ്ഞ പോലെ ആദ്യം സവിതയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തത്. അപ്പം ഫുൾ ടൈം എപ്പോൾ ചോദിച്ചാലും എനിക്ക് എപ്പോഴും ഫാസ്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ആളായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു, ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. കാര്യം ഒരു കാര്യം മാഡം ഇതാണ് കാര്യം ചോദിച്ചാൽ അപ്പം തന്നെ എനിക്ക് റെസ്പോണ്ട് ചെയ്യും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ആൾ വന്നപ്പം ഒരു മിസ് റിയ ജോസ് ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, എനിക്ക് ഇതുപോലെ തന്നെ ഫാസ്റ്റ് റെസ്പോൺസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ സ്റ്റാഫും ഫാസ്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യും. പക്ഷേ ഇത്ര ഒരു 6 months എന്നാണ് എനിക്ക് ആദ്യം കിട്ടിയൊരു ഇൻഫർമേഷൻ, നമ്മൾ ഇത്രയും വിസ കിട്ടാനുള്ള ഒരു സമയം എന്ന് പറഞ്ഞത്. പക്ഷേ അത് കുറച്ച് ഡിലേ ആയപ്പം ആകെ ടെൻസ്ഡ് ആയിപ്പോയി. പക്ഷേ അത് ന്യൂസിലൻഡ് സൈഡിൽ നിന്നുള്ളതാണെന്ന് പെർസീവ് ചെയ്തപ്പം ഓക്കെ ആയി. അല്ലാണ്ട് ഇവിടുത്തെ സ്റ്റാഫ്സ് ഓൾമോസ്റ്റ് എല്ലാവരും നല്ലതായിരുന്നു. എസ്പെഷ്യലി ഞാൻ പറയുന്നത് ലാസ്റ്റ് ഡീൽ ചെയ്ത ആളാണ് മിസ് എബിൻ. ഭയങ്കര സപ്പോർട്ടായിരുന്നു. അത് 24 hour വർക്ക് ചെയ്യും പോലായിരുന്നു. എപ്പം മെസ്സേജ് അയച്ചാലും സഡൻ റിപ്ലൈ ആണ്. സഡൻ ആയിട്ട് എന്ത് ഡൗട്ടുണ്ടെങ്കിൽ വിളിച്ചു വെച്ചാൽ കാര്യമൊക്കെ പെട്ടെന്ന് ഡീൽ ചെയ്യും. എനിക്ക് പുറത്തു പോകണമെങ്കിൽ നല്ല ടെൻഷനുണ്ട്, ഫസ്റ്റ് ടൈമാണ് പോണേ. അപ്പം അതിൻ്റെ എല്ലാ കാര്യങ്ങളും സഡൻ ആയിട്ട് റിപ്ലൈ ചെയ്ത് ഭയങ്കരമായിട്ട് ഡീൽ ചെയ്യുന്ന ആളായിരുന്നു. സോ ഭയങ്കര താങ്ക്ഫുൾ ആണ് അവരോടൊക്കെ ഞാൻ. പിന്നെ ജോമിൻ സാറും നല്ല സപ്പോർട്ടായിരുന്നു. ഐ എം വെരി ഹാപ്പി ടു ഓൾ ഓഫ് യു. താങ്ക് യു സോ മച്ച്. ഇപ്പൊ നമ്മളിപ്പോ ഒരു പ്രീ ഡിപ്പാർച്ചർ ബ്രീഫിംഗിന്റെ സെഷൻ കണ്ടക്ട് ചെയ്തായിരുന്നു, അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അത് പറയണമെങ്കിൽ എനിക്ക് ശരിക്കും ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ കേരള ഔട്ട് പോണത്. അപ്പം എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഈവൻ എയർപോർട്ട് പുറത്തുനിന്ന് ഒരാളെ കൊണ്ടാക്കാൻ പോയി കണ്ടിട്ടുള്ളതല്ലാതെ എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ശരിക്കും അവിടെ എന്താ സംഭവിക്കണേ, എന്താ അവിടെ നടക്കാൻ പോണത്, ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ളൊരു ഐഡിയ ഇപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ കുറേ ടെൻഷനൊക്കെ മാറി, കുറച്ചൊന്ന് ഫ്രീ ആയി, റിലാക്സ്ഡ് ആയി. താങ്ക് യു. ഓക്കെ. ഇപ്പോൾ ഇൻ ഫ്യൂച്ചർ ഇപ്പോൾ നഴ്സസ് മൈഗ്രേഷനെ പറ്റിയൊക്കെ ആലോചിക്കുന്നിടത്ത് നമ്മുടെ ഡെറിക് ജോൺസിനെ റെക്കമെൻഡ് ചെയ്യും? ഷുവർ ഉറപ്പായിട്ട് ഞാൻ പറയും. കാര്യം അത്രയ്ക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു നിങ്ങളുടെ സൈഡിൽ നിന്നെല്ലാം. സോ ഐ എം വെരി ഹാപ്പി. താങ്ക് യു സോ മച്ച് ആശ. ഇതുവരെ നമ്മുടെ അടുത്ത് കോപ്പറേറ്റിലൊക്കെ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ് ഓൺ യുവർ വിസ അപ്രൂവൽ. ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. താങ്ക് യു. താങ്ക് യു.